എല്ലാവർക്കും ഏഷ്യാനെറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഫോട്ടോ ഫ്രെയിം. ബാങ്കിൽ വിളിച്ച പൊട്ടിപ്പോന്ന് വിചാരിച്ച് കൈ പിടിച്ചോണ്ട് വന്നതാ. മസ്താനി അങ്ങനെ പറഞ്ഞപ്പോൾ വിഷമം സന്തോഷമല്ലേ ഉള്ളൂ. മോള് പറഞ്ഞത് ശരിയല്ലേ. നമ്മൾ ഓട്ടോ ഓടി എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം ഞാൻ നല്ല രീതിയിൽ കൊണ്ടുവരാം. അതൊക്കെ അറിയാം. അവിടെ എവിടെ അത് അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാന്ന് പറയുന്നതിന് എന്താ ഇത്ര അഭിമാനക്കുറവ്? അത് അവൾ സന്തോഷത്തോടെ എല്ലാ വേദിയിലും അവൾ പറയാറുണ്ട്. കാര്യം അവൾക്കറിയാം നല്ല അന്തസ്സോടെ എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നത് ഓട്ടോ ഓടിച്ചാണ്. ഒരാളുടെ വരുമാനം, വൈഫിന് പറയാൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നല്ല രീതിയിൽ എല്ലാവരും എല്ലാ കുട്ടികളും എങ്ങനെയാണോ പഠിക്കുന്നത്, എല്ലാവരും എങ്ങനെയാണോ ജീവിക്കുന്നത്, എല്ലാ രീതിയിലും നല്ല ഡ്രസ്സും വസ്ത്രങ്ങളും ഒക്കെ കൊടുത്ത് വളരെ അഭിമാനത്തോടെ തന്നെ എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞു. സന്തോഷമുള്ളൂ. ഇപ്പൊ ഏറിലല്ലേ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവല്ലേ. ഇനി എപ്പോഴാ താഴെ ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഹാപ്പിയാണ്, സന്തോഷം. എന്നെ ഹൗസിനുള്ളിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല, പുറത്ത് വെച്ചും എന്നെ ഇന്റർവ്യൂസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ കയറിയത്. വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് അതിനെ കുറിച്ച് സംസാരിച്ചു. ഷാരിക ചേച്ചി കണ്ടോണ്ട് നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ടൊന്ന് സംസാരിച്ചു. വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോൾ ആരാണേലും കേട്ട് നിൽക്കത്തില്ലല്ലോ. നിങ്ങളൊക്കെ കേട്ട് നിൽക്കുമോ നിങ്ങളുടെ അച്ഛന്മാരുടെ ജോലിനെ കുറിച്ച് പറഞ്ഞാൽ? എനിക്കും എന്നെക്ക് മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിൽ എന്നല്ല എല്ലായിടത്തും ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന തൊഴിലാളികളെയും കൂടി അവരെയും കൂടി ഒരു എന്താ പറയുന്നത്, അവരെ കുറച്ച് കാണുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടായത്. പൊതുവേ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ ആ ഓട്ടോറിക്ഷക്കാരല്ല ഇപ്പം. കാലമൊക്കെ മാറിപ്പോയി. ഞങ്ങൾ സേവനമാണ് ചെയ്യുന്നത് എല്ലാവർക്കും. ഞങ്ങളൊരു തൊഴിൽ മാത്രമല്ല, സേവനമാണ്. കുടുംബം പുലർത്താൻ വേണ്ടി അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും നമ്മളത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും വേണ്ടിയാണ് എൻ്റെ മോള് അത് പറഞ്ഞത്. എനിക്കത് അഭിമാനമേ ഉള്ളൂ. ഇല്ല, കണ്ടിരുന്നില്ല. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. അവര് പറഞ്ഞതിന് എൻ്റെ മോള് മറുപടി കൊടുത്തു. അതിൽ സന്തോഷമുള്ളൂ. ആരാണെങ്കിലും അങ്ങനെ റിയാക്ട് ചെയ്ത് പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ ആ സമയത്ത് എനിക്ക് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒന്നാമത് അപ്പനെ പറഞ്ഞു, രണ്ടാമത് അപ്പന്റെ ജോലിയെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞാൽ അനുവിന്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഷാനവാസിന്റെ ചോദിക്കാനുണ്ടായിരുന്നു. രണ്ടും ചോദിച്ചു. അനുവും ഷാനവാസും പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞുണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടതാണല്ലോ എപ്പിസോഡ്. ഷാനവാസിക്ക ഇന്നലെ കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതേ ഉള്ളൂ. അപ്പാനിയും എനിക്ക് എന്റെ പിള്ളേരാണ്, എന്റെ മക്കളാണെന്നാണ് പറഞ്ഞത്. സോ അത് എനിക്ക് തിരുത്തി പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഒരു കാര്യം മനസ്സാവാച അറിയാത്ത ഒരു അപ്പാനിയുടെ കേസിൽ ഞാൻ കുറെ കേട്ടതാണ്. അതൊക്കെ തിരുത്തി പറയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. അത് എന്തായാലും ചെയ്യാൻ പറ്റി. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏഷ്യാനെറ്റിലെ ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞു, വിൻസി നമ്മൾ കോണ്ടന്റ് ഒക്കെ ഞാൻ കണ്ടില്ല എപ്പിസോഡ്സ് ഒക്കെ, പക്ഷെ ഫുൾ ഇങ്ങനെ ഫയർ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും സന്തോഷം. അതാണ് റിയൽ ആർജെ വിൻസി. ഇല്ല ചേട്ടാ, അനു നല്ലതിലെ വോട്ടുണ്ട്. തുടക്കം തൊട്ട് അനുവിന് PR ഉണ്ട്. അപ്പൊ അനു അത് നമ്മള് 2 ആഴ്ച കൊണ്ടൊന്നും വോട്ടൊന്നും മാറി മറിയാൻ പോണില്ലല്ലോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ അനീഷ് ജയിക്കത്തില്ലേ? അനീഷ് ബെസ്റ്റ് ഗെയിമർ അല്ലായിരുന്നോ? ഞങ്ങളെല്ലാരും ആഗ്രഹിച്ചതും. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. PR ഉണ്ടെങ്കിലും അനുവിന്റെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം മേ ബി ആള് സെക്കൻഡ് ആയത്. 16 ലക്ഷം അനു ഞങ്ങളുടെ പറഞ്ഞ എമൗണ്ട് 16 പക്ഷെ എന്തായാലും ഇപ്പൊ സന്തോഷമുണ്ട് കേട്ടോ. ആര് കപ്പടിച്ചാലും പരിപാടി കഴിഞ്ഞു. എല്ലാവരും ഇന്നലെ അനുവിന്റെ അടുത്ത് ഇന്നലെ ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് ഡാൻസ് കളിച്ച് സന്തോഷമായിട്ടാണ് വരുന്നത് എല്ലാവരുമായിട്ടും. പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ബിഗ് ബോസ്. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് രണ്ടാമത് പോയിട്ട് അവിടെ കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ലാന്ന്. നമുക്ക് പ്രതികരിക്കാനായിട്ട് സമയം വരുമ്പോഴല്ലേ, അവസരം കിട്ടുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ്. അല്ല പ്ലാൻഡ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. സോ ആദ്യം എനിക്ക് അങ്ങനെ ഒരു സമയം നമുക്കൊരു കാര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മേ ബി അങ്ങനെ ആദ്യം ഇതുപോലെ വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞ് സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയാൽ. എങ്കിലും PR ഞാൻ എപ്പോഴും എല്ലാവർക്കും പറയുന്ന കാര്യമാണ്, ഇനി ആരെങ്കിലും ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ PR കൊടുക്കണം. PR നല്ലതാണ്. നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മളെ ഇപ്പൊ ഫെയിം അല്ലാത്ത ആൾക്കാരെ ഓഫ്കോഴ്സ് എല്ലാവരുടെയും അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഇവർ ഗുണം ചെയ്യും. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ആവർത്തിച്ച ചരിത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത്ര പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാർ ഇതുപോലെ എവിക്റ്റ് ആയിട്ട് PR കൊടുത്താലും ശരിക്കുള്ള പ്രേക്ഷകർ വീട്ടിലെ അമ്മമാരപ്പന്മാരൊക്കെ അല്ലേ, അവർ ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. PR കൊണ്ട് കാര്യമുണ്ടോ? എല്ലാരും കൊടുക്കുമ്പോഴത്തേക്കിനും അർഹതപ്പെട്ട ആൾക്ക് പുറമെ നമ്മുടെ തൊപ്പി അഖിൽമാരായിരുന്നു അങ്ങനെ ഒരു ഭയങ്കര ഇഷ്യൂ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ വോട്ട് പിടിക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പ്രേക്ഷകരല്ലേ ഇത് വോട്ട് ചെയ്യുന്നത്? വലിയൊരു ഘടകം. അതെ, പക്ഷെ ഇതിന് PR നല്ല പങ്കുണ്ട് ചേട്ടാ, പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ വോട്ട് മറിക്കുന്നതും വോട്ട് കയറ്റുന്നതും എല്ലാം PR തന്നെ ചെയ്യുന്നതല്ലേ. ഇപ്പം ശൈത്യയുടെ എന്റെ കാര്യമൊക്കെ പുറത്തു വന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ ബിഗ് ബോസ് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ബിഗ് ബോസ് പക്കാ ജനുവനായിട്ട് തന്നെ നിൽക്കുന്നത്. പക്ഷെ വോട്ട് ഇവർക്ക് കയറ്റി കൊടുക്കാമല്ലോ, അത് ഇവരെ ബാധിക്കുന്നില്ലല്ലോ. സാധാരണക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും. അതായത് വീട്ടമ്മമാർക്കും അങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു.
വ്യക്തമായില്ല. ഈ വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ? അതെ, അതായത് ഹോട്ട്സ്റ്റാർ എല്ലാവർക്കും അത് ശരിയാകട്ടോ. ഇപ്പൊ എന്റെ ചാച്ചന്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല എന്താണ് സ്റ്റെപ്പ്, വോട്ട് കറക്റ്റ് ആയോ എന്നൊക്കെ ഉള്ളത്. അതിനൊരു ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ട്. എല്ലാവരും ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു വിചാരത്തില് അത് ശരിയാണ്. പഴയ പോലത്തെ SMS സിസ്റ്റം അല്ലല്ലോ. അതിന്റെ ഒരു ഇതുണ്ട്. ഓക്കെ, താങ്ക് യു ഗൈസ്, ലവ് യു.